Hi students, welcome back. Today we are going to discuss the remaining topics from surface chemistry. Adsorption theory of heterogeneous catalysis. Okay, let's start. The modern adsorption theory is the combination of intermediate compound formation theory and the old adsorption theory. ഇപ്പോൾ നമ്മുടെ മോഡേൺ അബ്സോർപ്ഷൻ തിയറി എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോർമേഷൻ തിയറിയും അതുപോലെ ഓൾഡ് അഡ്സോർപ്ഷൻ തിയറിയുമാണ്. ദി മെക്കാനിസം ഇൻവോൾവ് 5 സ്റ്റെപ്സ്. ഇതിൻ്റെ മെക്കാനിസത്തിനകത്ത് 5 സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് മീൻസ് ഡിഫ്യൂഷൻ ഓഫ് റിയാക്റ്റൻസ് ടു ദി സർഫസ് ഓഫ് എ കാറ്റലിസ്റ്റ്. അപ്പോൾ കാറ്റലിസ്റ്റിൻ്റെ സർഫസിലേക്ക് റിയാക്റ്റൻസിനെ ഡിഫ്യൂസ് ചെയ്യപ്പെടുക. അപ്പോൾ റിയാക്റ്റൻസ് diffusion of the reactants to the surface of the catalyst. Next, second point, adsorption of reactant molecule on the surface of the catalyst. അപ്പോൾ നമ്മുടെ റിയാക്റ്റൻ്റ് മോളിക്യൂൾ കാറ്റലിസ്റ്റിൻ്റെ സർഫസിലേക്ക് ആദ്യം ഡിഫ്യൂസ് ചെയ്ത് ചെല്ലുന്നു. ഉടനെ റിയാക്റ്റൻ്റ് മോളിക്യൂൾസിന് എന്ത് ചെയ്യുന്നു? കാറ്റലിസ്റ്റ് സർഫസ് അഡ്സോർബ് ചെയ്യുന്നു. അങ്ങനെ അഡ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് ഒക്കുറൻസ് ഓഫ് ദി കെമിക്കൽ റിയാക്ഷൻ ഓൺ ദി കാറ്റലിസ്റ്റ് സർഫസ് ത്രൂ ദി ഫോർമേഷൻ ഓഫ് ആൻ ഇൻ്റർമീഡിയറ്റ്. കണ്ടോ, ഇൻ്റർമീഡിയറ്റ് ഫോർമേഷനാണ്. കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ വെച്ചിട്ട്, എന്നിട്ട് ഇൻ്റർമീഡിയറ്റ് ഫോർമേഷൻ നടക്കുന്നു. ഇൻ്റർമീഡിയറ്റ് ഫോർമേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് ഡീസോർഷൻ ഓഫ് ദി റിയാക്ഷൻ പ്രോഡക്റ്റ് എവേ ഫ്രം ദി കാറ്റലിസ്റ്റ് സർഫസ് ആൻഡ് ദെയർബൈ making the surface available again for more reaction to occur. The next process means that is desorption of the reaction product away from the catalyst surface. എന്നെങ്കിൽ മാത്രമേ ഇനിയുള്ള റിയാക്ഷൻസ് നടക്കാൻ വേണ്ടി കാറ്റലിസ്റ്റിൻ്റെ സർഫസ് അവൈലബിൾ ആവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് കാറ്റലിസ്റ്റ് സർഫസിലേക്ക് ഡിഫ്യൂസ് ചെയ്യും. ഡിഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പിന്നെ എന്ത് സംഭവിക്കും? കാറ്റലിസ്റ്റിൻ്റെ സർഫസ് റിയാക്റ്റൻ്റ് മോളിക്യൂളിനെ അഡ്സോർബ് ചെയ്യും. അഡ്സോർബ് ചെയ്താൽ പിന്നെ ഉടനെ കെമിക്കൽ റിയാക്ഷൻ നടക്കും. കെമിക്കൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഉടനെ ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യും. ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ റിയാക്ഷൻ പ്രോഡക്റ്റിനെ കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ നിന്ന് ഉടനെ അവിടെ നിന്ന് നീക്കം ചെയ്യും. എങ്കിൽ മാത്രമേ ഇനിയുള്ള റിയാക്ഷൻസ് ഒക്കുറ് ചെയ്യാൻ വേണ്ടിയിട്ട് കാറ്റലിസ്റ്റ് സർഫസ് അവൈലബിൾ ആവുകയുള്ളൂ. ഓക്കെ, ദെൻ ഫിഫ്ത്ത് പോയിൻറ്റ് ഡിഫ്യൂഷൻ ഓഫ് ദി റിയാക്ഷൻ പ്രോഡക്റ്റ് എവേ ഫ്രം ദി കാറ്റലിസ്റ്റ് സർഫസിൽ നിന്ന് നമ്മുടെ റിയാക്ഷൻ പ്രോഡക്റ്റ് ഡിഫ്യൂസ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ഈ 5 പോയിൻറ്റ്സ് കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കണം കേട്ടോ. ദി സർഫസ് ഓഫ് ദി കാറ്റലിസ്റ്റ് അൺലൈക്ക് ദി ഇന്നർ പാർട്ട് ഓഫ് ദി ബൾക്ക് ഹാസ് ഫ്രീ വാലൻസീസ് വിച്ച് പ്രൊവൈഡ് ദി സീറ്റ് ഫോർ കെമിക്കൽ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ. നമ്മൾ പഠിച്ചതാണ്. ബൾക്കിലുള്ളൊരു പാർട്ടിക്കിൾസ് എടുത്താൽ ബൾക്കിലുള്ള പാർട്ടിക്കിൾസിന് നെറ്റ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ 0 ആയിരിക്കും. സർഫസിലുള്ള ഒരു പാർട്ടിക്കിൾസ് എടുത്താൽ ആ സർഫസിലുള്ള സർഫസ് ഓഫ് ദി കാറ്റലിസ്റ്റ്, ഇപ്പോൾ ഒരു കാറ്റലിസ്റ്റിൻ്റെ സർഫസ് ആണെങ്കിലും ശരി, ആ സർഫസിലുള്ളവർക്ക് ഫ്രീ വാലൻസീസ് ഉണ്ടായിരിക്കും. ഓക്കെ, വിച്ച് പ്രൊവൈഡ് ദി സീറ്റ് ഫോർ കെമിക്കൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. കെമിക്കൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷന് വേണ്ടിയിട്ട് സീറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തക്ക രീതിയിലുള്ള ഫ്രീ വാലൻസീസ് ഉണ്ട് സർഫസിലുള്ള പാർട്ടിക്കിൾസിനെ. പിന്നെ ഗ്യാസ് കം ഇൻ കോണ്ടാക്റ്റ് വിത്ത് സച്ച് സർഫസ്. അങ്ങനെയുള്ള സർഫസിലേക്ക് ഗ്യാസ് വന്ന് കോണ്ടാക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ്സ് മോളിക്യൂൾസ് ആർ ഹെൽഡ് അപ്പ് ദെയർ ഡ്യൂ ടു ലൂസ് കെമിക്കൽ കോമ്പിനേഷൻ. അപ്പം അതിൻ്റെ മോളിക്യൂൾസ് ലൂസ് കെമിക്കൽ കോമ്പിനേഷൻ വഴി അവിടെ ഹെൽഡ് അപ്പ് ചെയ്യുവാണ്. ഇഫ് ഡിഫറെൻറ്റ് മോളിക്യൂൾസ് ആർ അഡ്സോർബ്ഡ് സൈഡ് ബൈ സൈഡ് ദേ മേ റിയാക്ട് വിത്ത് ഈച്ച് അതർ. അപ്പോൾ ഡിഫറെൻറ്റ് മോളിക്യൂൾസാണ് സൈഡ് ബൈ സൈഡായിട്ട് അവിടെ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ അവരെന്ത് ചെയ്യും? ദേ മേ റിയാക്ട് ഈച്ച് അതർ റിസൾട്ടിങ് ഇൻ ദി ഫോർമേഷൻ ഓഫ് ന്യൂ മോളിക്യൂൾ. അവർ തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ന്യൂ മോളിക്യൂൾ ഫോം ചെയ്യും. തസ് ഫോംഡ് മോളിക്യൂൾ മേ ഇവാപ്രേറ്റ് ലീവിങ് ഓൺ ദ സർഫസ് ഫോർ ഫ്രഷ് റിയാക്റ്റൻ്റ് മോളിക്യൂൾസ്. അങ്ങനെ ന്യൂ മോളിക്യൂൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് അവിടെ നിന്ന് ഇവാപ്രേറ്റ് ചെയ്ത് പോകും. എന്തിനു വേണ്ടിയാണ്? ഫ്രഷ് റിയാക്റ്റൻ്റ് മോളിക്യൂൾസിന് സർഫസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു സർഫസിലുള്ള പാർട്ടിക്കിൾസ്, ഇപ്പോൾ കാറ്റലിസ്റ്റിൻ്റെ സർഫസിലാണെങ്കിലും ശരി അവിടെ ഫ്രീ വാലൻസീസ് ഉണ്ട്. ഈ ഫ്രീ വാലൻസീസ് ഉള്ളത് കൊണ്ട് അത് പെട്ടെന്ന് ഗ്യാസ് മോളിക്യൂളിനെ അങ്ങോട്ട് അഡ്സോർബ് ചെയ്യും. ഓക്കെ, അങ്ങോട്ട് അഡ്സോർബ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? ഡിഫറെൻറ്റ് മോളിക്യൂൾസിനെ സൈഡ് ബൈ സൈഡായിട്ട് അഡ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ദേ മേ റിയാക്ട് വിത്ത് ഈച്ച് അതർ റിസൾട്ടിങ് ഇൻ ദി ഫോർമേഷൻ ഓഫ് ന്യൂ മോളിക്യൂൾസ്. ന്യൂ മോളിക്യൂൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അവരവിടെ നിന്ന് ഇവാപ്രേറ്റ് ചെയ്യും.
എന്നിട്ട് ഫ്രഷ് റിയാക്റ്റൻ്റ് മോളിക്യൂളിന് കാറ്റലിസ്റ്റ് സർഫസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, കറക്റ്റായിട്ട് മനസ്സിലായി. ഇതാണ് അഡ്സോർഷൻ തിയറി. ഓക്കെ, അഡ്സോർഷൻ തിയറി ഓഫ് ഹെറ്ററോജീനിയസ് കറ്റാലിസിസ്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. അപ്പോൾ കാറ്റലിസ്റ്റ് സർഫസ് ഹാവിങ് ഫ്രീ വാലൻസീസ് നോക്കിക്കേ. ഇത് കണ്ടോ, ഫ്രീ വാലൻസീസ് വരുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞ അഡ്സോർഷൻ തിയറി ഇല്ലേ? ഓക്കെ, അതാണ്. ഇവിടെ നോക്കിക്കേ, A+B റിയാക്റ്റിംഗ് മോളിക്യൂൾസ് ആണ് നമ്മുടെ കാറ്റലിസ്റ്റ് സർഫസിലേക്ക് ഡിഫ്യൂസ് ചെയ്യുവാണ്. കണ്ടല്ലോ. അപ്പം കാറ്റലിസ്റ്റ് സർഫസ് എന്ത് ചെയ്യും? അവയെ അഡ്സോർബ് ചെയ്യും. കണ്ടോ, അഡ്സോർബ് ചെയ്തു. അഡ്സോർഷൻ ഓഫ് റിയാക്റ്റിംഗ് മോളിക്യൂൾസ് എയും ബിനെയും അഡ്സോർബ് ചെയ്തു. ഡിഫറൻറ്റ് മോളിക്യൂൾ കാറ്റലിസ്റ്റ് സർഫസിലേക്ക് അഡ്സോർബ് ചെയ്യപ്പെട്ടു. ഇനി അടുത്ത് എന്ത് സംഭവിച്ചു? ആ ഡിഫറൻറ്റ് മോളിക്യൂൾസ് തമ്മിൽ കെമിക്കൽ ബോണ്ട് ഫോമേഷൻ നടന്നു. കെമിക്കൽ ബോണ്ട് ഫോമേഷൻ നടന്നു കഴിഞ്ഞാൽ ഉടനെ ആ മോളിക്യൂൾസിനെ കാറ്റലിസ്റ്റ് സർഫസിൽ നിന്ന് ഡീസോർഷൻ ഓഫ് പ്രോഡക്റ്റ് മോളിക്യൂൾ ഡീസോർഷൻ ഓഫ് ദി പ്രോഡക്റ്റ് മോളിക്യൂൾസ് AB എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് പോകുന്നു. അപ്പോൾ നമ്മുടെ കാറ്റലിസ്റ്റ് സർഫസ് നമുക്ക് അതുപോലെ തന്നെ തിരിച്ചു കിട്ടുന്നു. കണ്ടോ, ഇതാണ് നമ്മുടെ മെക്കാനിസം. നമ്മൾ മുമ്പേ പഠിച്ച മെക്കാനിസമാണ്. ഓക്കെ, ഇനി നമുക്ക് വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദി സോളിഡ് കറ്റാലിസിസ്. സോളിഡ് കറ്റാലിസിസിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ആക്ടിവിറ്റി, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ദി ആക്ടിവിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സ്ട്രെങ്ത് ഓഫ് കെമിസോഷൻ ടു എ ലാർജ് എക്സ്റ്റെൻറ്റ്. അപ്പോൾ ഒരു കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കെമിസോഷൻ്റെ സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. The reactant must get adsorbed reasonably strongly to the catalyst to become active. റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് എത്ര കണ്ട് സ്ട്രോങ് ആയിട്ട് കാറ്റലിസ്റ്റിൻ്റെ സർഫസിലേക്ക് അഡ്സോർബ് ചെയ്യപ്പെടുന്നു അത്ര കണ്ട് കാറ്റലിസ്റ്റിൻ്റെ സർഫസ് റിയാക്റ്റൻ്റ് മസ്റ്റ് ഗെറ്റ് അഡ്സോർബ് റീസണബിളി സ്ട്രോങ്ലി ഓൺ ടു ദി കാറ്റലിസ്റ്റ് ടു ബിക്കം മോർ ആക്റ്റീവ് ആയിരിക്കും. കണ്ടോ, അത്ര കണ്ട് ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ആക്ടിവിറ്റി. ദി ആക്ടിവിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സ്ട്രെങ്ത് ഓഫ് കെമിസോഷൻ ടു എ ലാർജ് എക്സ്റ്റെൻറ്റ്. അപ്പോൾ ഒരു കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് സ്ട്രെങ്ത് ഓഫ് കെമിസോഷനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ദി റിയാക്റ്റൻസ് മസ്റ്റ് ഗെറ്റ് അഡ്സോർബ്ഡ് റീസണബിളി സ്ട്രോങ്ലി ഓൺ ടു ദി കാറ്റലിസ്റ്റ് ടു ബിക്കം മോർ ആക്റ്റീവ്. കണ്ടോ, ദി റിയാക്റ്റൻറ്റ് മസ്റ്റ് ഗെറ്റ് അഡ്സോർബ്ഡ് റീസണബിളി സ്ട്രോങ്ലി ഓൺ ടു ദ കാറ്റലിസ്റ്റ് സർഫസ് ടു ബിക്കം ആക്റ്റീവ്. ഹവർ ദേ മസ്റ്റ് നോട്ട് ഗെറ്റ് അഡ്സോർബ് സോ സ്ട്രോങ്ലി. പക്ഷേ അവയെ അത്ര സ്ട്രോങ് ആയിട്ട് അഡ്സോർബ് ചെയ്ത് എന്തുമാത്രം സ്ട്രോങ് ആയിട്ട് അഡ്സോർബ് ചെയ്യപ്പെടുന്നു അത്ര കണ്ട് അവർ ആക്റ്റീവ് ആയിരിക്കും. പക്ഷേ അത്ര കണ്ട് സ്ട്രോങ് ആയിട്ട് റിയാക്റ്റൻ്റ് മോളിക്യൂൾസിനെ കാറ്റലിസ്റ്റ് സർഫസിലേക്ക് അഡ്സോർബ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അഡ്സോർബ് ചെയ്യപ്പെട്ടാൽ എന്ത് സംഭവിക്കും? ദേ ആർ ഇമ്മൊബിലൈസ്ഡ്, അവർക്ക് മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കില്ല. ആൻഡ് അതർ റിയാക്റ്റൻസ് ആർ ലെഫ്റ്റ് വിത്ത് നോ സ്പേസ് ഓൺ ദി കാറ്റലിസ്റ്റ് സർഫസ് ഫോർ അഡ്സോർഷൻ. കണ്ടോ, അപ്പം ഈ കാറ്റലിസ്റ്റ് സർഫസിലേക്ക് റിയാക്റ്റൻ്റ് മോളിക്യൂളിൻ്റെ അത്ര സ്ട്രോങ് ആയിട്ട് അഡ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇമ്മൊബിലൈസ്ഡ് ആയി പോവും. പിന്നെ അതർ റിയാക്റ്റൻസ് ആർ ലെഫ്റ്റ് വിത്ത് നോ സ്പേസ് ഓൺ ദി കാറ്റലിസ്റ്റ് സർഫസ് ഫോർ അഡ്സോർഷൻ. അപ്പോൾ മറ്റുള്ള റിയാക്റ്റൻ്റ് മോളിക്യൂൾസിനെ വീണ്ടും കാറ്റലിസ്റ്റ് സർഫസിലേക്ക് അഡ്സോർബ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് സ്പേസ് ഉണ്ടായിരിക്കില്ല. മനസ്സിലായി, അവർ ഇമ്മൊബിലൈസ്ഡ് ആയി പോവും. ഇറ്റ് ഹാസ് ബീൻ ഫൗണ്ട് ദാറ്റ് ഫോർ ഹൈഡ്രോജനേഷൻ റിയാക്ഷൻ ദി കറ്റാലിറ്റിക് ആക്ടിവിറ്റി ഇൻക്രീസസ് ഫ്രം ഗ്രൂപ്പ് 5 to ഗ്രൂപ്പ് 11 മെറ്റൽസ് വിത്ത് മാക്സിമം ആക്ടിവിറ്റി ബീങ് ഷോൺ ബൈ ഗ്രൂപ്പ് 7 to 9 എലമെൻറ്റ്സ് ഓഫ് ദി പീരിയോഡിക് ടേബിൾ. ഓക്കെ, ഹൈഡ്രോജനേഷൻ റിയാക്ഷനാണ്. അതിനകത്ത് കറ്റാലിറ്റിക് ആക്ടിവിറ്റി ഇൻക്രീസസ് ഫ്രം ഗ്രൂപ്പ് 5 to ഗ്രൂപ്പ് 11 മെറ്റൽസ്. ഗ്രൂപ്പ് 5 to ഗ്രൂപ്പ് 11 മെറ്റൽസിന് കറ്റാലിറ്റിക് ആക്ടിവിറ്റി കൂടുതലായിട്ട് വരുന്നത്. ഇൻക്രീസസ് ഫ്രം ഗ്രൂപ്പ് 5 to ഗ്രൂപ്പ് 11 ആണ്. മാക്സിമം ആക്ടിവിറ്റി ബീങ് ഷോൺ ബൈ ഗ്രൂപ്പ് 7 to 9 എലമെൻറ്റ്സ് ഓഫ് ദി പീരിയോഡിക് ടേബിൾ. 7 to 9 എലമെൻറ്റ്സ് ആണ്, ഗ്രൂപ്പ് 7 to 9 എലമെൻറ്റ്സ് ആണ് മാക്സിമം കറ്റാലിറ്റിക് ആക്ടിവിറ്റി കാണിക്കുന്നത്. ഓക്കെ, 2H2 + O2 gives 2H2O, പ്ലാറ്റിനം. അപ്പോൾ ആക്ടിവിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സ്ട്രെങ്ത് ഓഫ് കെമിസോഷൻ ടു എ ലാർജ് എക്സ്റ്റെൻറ്റ്. ദി റിയാക്റ്റൻസ് മസ്റ്റ് ഗെറ്റ് അഡ്സോർബ്ഡ് റീസണബിളി സ്ട്രോങ്ലി ഓൺ ടു ദ കാറ്റലിസ്റ്റ് സർഫസ് ടു ബിക്കം മോർ ആക്റ്റീവ്. But they must not get adsorbed so strongly that they are immobilized and the reactants are left with no space on the catalyst surface for further adsorption. Okay. Next, selectivity. The selectivity of a catalyst is its ability to direct a reaction to yield a particular product. കണ്ടോ, ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് വേണമെങ്കിൽ ഒരു പർട്ടിക്കുലർ കാറ്റലിസ്റ്റ് വേണം. അതിനാണ് നമ്മൾ സെലക്ടിവിറ്റി. അപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് കിട്ടണമെങ്കിൽ നമുക്കൊരു പർട്ടിക്കുലർ കാറ്റലിസ്റ്റിനെ സെലക്ട് ചെയ്തേ പറ്റുള്ളൂ. അതാണ് സെലക്ടിവിറ്റി എന്ന്. സെലക്ടിവിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ് ഈസ് എബിലിറ്റി ടു ഡയറക്റ്റ്
റിയാക്ഷൻ ടു ഈൽഡ് എ പർട്ടിക്കുലർ പ്രോഡക്റ്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പം നോക്കിക്കേ, കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനുമാണ് നമ്മളെടുത്ത 3 റിയാക്ഷനിലെയും റിയാക്റ്റൻസ്. പക്ഷേ ഓരോന്നിലെയും കാറ്റലിസ്റ്റ് ഡിഫറൻ്റ് ആണ്. നിക്കൽ, ഇവിടെ കോപ്പർ, സിങ്ക് ഓക്സൈഡ്, ക്രോമിയം ഓക്സൈഡ്, ഇവിടെ കോപ്പർ. കണ്ടോ? ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ് ഡിഫറെൻറ്റ് പ്രോഡക്റ്റാണ് കിട്ടിയത്. നമുക്ക് മീഥേൻ കിട്ടണമെങ്കിൽ നിക്കൽ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യണം. മെത്തനോളാണ് കിട്ടണമെങ്കിൽ കോപ്പർ ഓർ സിങ്ക് ഓക്സൈഡോ ക്രോമിയം ഓക്സൈഡാണ് യൂസ് ചെയ്യേണ്ടത്. അതേസമയം നമുക്ക് ഫോമാൽഡിഹൈഡാണ് കിട്ടണമെങ്കിൽ നമ്മൾ കോപ്പർ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ അതനുസരിച്ചുള്ള റിയാക്റ്റൻ്റ് വേണം. നമ്മൾ സെയിം റിയാക്റ്റൻ്റ് ആയിരിക്കും, പക്ഷെ നമുക്കൊരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ട കാറ്റലിസ്റ്റ്. ദി സെലക്ടിവിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ് ഈസ് ഇറ്റ്സ് എബിലിറ്റി ടു ഡയറക്റ്റ് എ റിയാക്ഷൻ ടു yield എ പർട്ടിക്കുലർ പ്രോഡക്റ്റ്. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് സെലക്ടിവിറ്റി. അപ്പോൾ അതിന് 2 എക്സാമ്പിൾസ് എങ്കിലും എഴുതി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ് ബൈ സിയോളൈറ്റ് ആണ്. ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ് ബൈ സിയോളൈറ്റ്. ദി കറ്റാലിറ്റിക് റിയാക്ഷൻ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പോർ സ്ട്രക്ചർ ഓഫ് ദി കാറ്റലിസ്റ്റ് and the size of the reactant and the product molecule is called shape selective catalysis. അപ്പോൾ the catalytic reaction that depends upon the pore structure of the catalyst. കാറ്റലിസ്റ്റിൻ്റെ പോർ സ്ട്രക്ചറിനെയും അതുപോലെ തന്നെ സൈസ് ഓഫ് ദി റിയാക്റ്റൻ്റ് ആൻഡ് പ്രോഡക്റ്റ് മോളിക്യൂൾ, റിയാക്റ്റൻ്റ് മോളിക്യൂളിൻ്റെയും പ്രോഡക്റ്റ് മോളിക്യൂളിൻ്റെയും സൈസിനെയുമാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്തിന്? കറ്റാലിറ്റിക് റിയാക്ഷൻ. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ്. സിയോളൈറ്റ് ആർ ഗുഡ് ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ് ബിക്കോസ് ഓഫ് ദെയർ ഹണി കോംബ് ലൈക്ക് സ്ട്രക്ചർ. സിയോളൈറ്റ് എന്ന് പറഞ്ഞാൽ ഗുഡ് ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റിനെ കാണാൻ സിയോളൈറ്റിന് ഹണി കോംബ് ലൈക്ക് സ്ട്രക്ചേഴ്സാണ്. ഓക്കെ, ദേ ആർ മൈക്രോപോറസ് aluminosilicate with a 3-dimensional network of silicate in which some silicon atoms are replaced by aluminium atom giving ALOSI framework. കണ്ടോ? അപ്പോൾ നമ്മുടെ സിയോളൈറ്റ് എന്ന് പറയുന്നത് ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ് ആണ്. കാരണം അവരുടെ ഹണി കോംബിലേക്ക് സ്ട്രക്ചേഴ്സ് ആണ്. ദേ ആർ മൈക്രോപോറസ് അലുമിനോസിലിക്കേറ്റ് ആണ്. അതിന് 3-dimensional നെറ്റ്വർക്കാണുള്ളത്. നെറ്റ്വർക്ക് ഓഫ് സിലിക്കേറ്റ് ആണ്. അതിനകത്ത് സം സിലിക്കൺ ആറ്റംസ് ആർ റീപ്ലേസ്ഡ് ബൈ അലുമിനിയം ആറ്റംസ്. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ALOSI ഫ്രെയിംവർക്ക് ആയിരിക്കും. ഓക്കെ, 3-dimensional network of silicate in which some silicon atoms are replaced by aluminum atom giving ALOSI framework. The reaction taking place in zeolite depends upon the size and shape of the reactant and product molecule as well as the pore and cavities of the zeolite. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞത് the reaction taking place in the zeolite depends upon the size and shape of the reactant and product molecule as well as the pore and cavities of the zeolite. Okay, ഇനി zeolites are being very widely used as a catalyst in petrochemical industries for cracking of hydrocarbon and isomerization. നമ്മൾ +1 പഠിച്ചാണ്. സിയോളൈറ്റ് എന്ന് പറയുന്നത് വൈഡ്ലി യൂസ്ഡ് കാറ്റലിസ്റ്റ് ആണ്. പെട്രോകെമിക്കൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നതാണ്. എന്തിനാ? ഫോർ ക്രാക്കിംഗ് ഓഫ് ഹൈഡ്രോകാർബൺ ആൻഡ് ഐസോമറൈസേഷൻ. ആൻ ഇമ്പോർട്ടൻറ്റ് സിയോളൈറ്റ് കാറ്റലിസ്റ്റ് യൂസ്ഡ് ഇൻ പെട്രോളിയം ഇൻഡസ്ട്രി ഈസ് ISM5. An important zeolite catalyst used in petroleum industry, that is ISM5. It converts alcohol directly into gasoline by dehydrating them to give a mixture of hydrocarbon. കണ്ടോ? It converts alcohol directly into gasoline by dehydrating them in a mixture of hydrocarbon. അപ്പോൾ സിയോളൈറ്റ് എന്ന് പറയുന്നത് വൈഡ്ലി യൂസ്ഡ് കാറ്റലിസ്റ്റ് ഇൻ പെട്രോകെമിക്കൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നതാണ് ഫോർ ക്രാക്കിംഗ് ഹൈഡ്രോകാർബൺ ആൻഡ് ഐസോമറൈസ്. ISM5 എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് സിയോളൈറ്റ് ആണ്. പെട്രോളിയം ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നതാണ്. അത് ആൽക്കഹോളിനെ ഡയറക്റ്റ്ലി ഇൻറ്റു ഗ്യാസലിനാക്കി മാറ്റും ബൈ ഡീഹൈഡ്രേറ്റിംഗ് ദം ടു ഗിവ് എ മിക്സ്ചർ ഓഫ് ഹൈഡ്രോകാർബൺ. ഇനി നമുക്ക് എൻസൈം കറ്റാലിസിസ് ആണ്. എൻസൈം കറ്റാലിസിസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അതിനകത്ത് ബയോകെമിക്കൽ കാറ്റലിസ്റ്റ് ആർ നോൺ ആസ്, കണ്ടോ, ബയോകെമിക്കൽ ദി എൻസൈംസ് ആർ ദസ് ടേംഡ് ആസ് ബയോകെമിക്കൽ കാറ്റലിസ്റ്റ് ആൻഡ് ദി ഫിനോമിന ഈസ് നോൺ ആസ് ബയോകെമിക്കൽ കറ്റാലിസിസ്. ദി എക്സാമ്പിൾ ഓഫ് എൻസൈം കറ്റാലൈസ്ഡ് റിയാക്ഷൻ ആണ് നമ്മുടെ ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ.
കണ്ടോ കെയിൻഷ് C12H22O11 plus H2O invertase convert that into glucose and fructose. അടുത്തത് conversion of glucose into ethyl alcohol, glucose. Cymase enzyme convert glucose into ethyl alcohol and carbon dioxide. Conversion of starch into maltose, starch C6H10O5 N times plus NH2O in the presence of diastase enzyme that converts starch into maltose C12H22O11. Conversion of maltose into glucose, maltose C12H22O11 plus H2O maltase enzymes convert it into glucose. Next, decomposition of urea into ammonia and carbon dioxide, urea NH2CO NH2 plus water, enzyme urease, ammonia and carbon dioxide. In stomach, the pepsin enzyme convert protein into peptides. നമുക്കറിയാം. While in intestine, the pancreatic trypsin convert proteins into amino acids by hydrolysis. Conversion of milk into curd, അത് നമുക്കറിയാവുന്ന ഇറ്റ് ഈസ് എൻ എൻസൈമാറ്റിക് റിയാക്ഷൻ ആണ്. ലാക്ടോബാസിലൈ എൻസൈംസ് ആണ് കേർഡിനകത്തുള്ളത്. ഓക്കെ, അപ്പോൾ അത് കൺവേർഷൻ ഓഫ് മിൽക്ക് ഇൻറ്റു കേർഡ്. നെക്സ്റ്റ് വൺ നമ്മളിപ്പം പറഞ്ഞ കാര്യങ്ങൾ നോക്കുക. കണ്ടോ ഈ ബോക്സിനകത്തത് കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. ഓരോ എൻസൈമാറ്റിക് റിയാക്ഷനും സോഴ്സും എൻസൈംസും തന്നിട്ടുണ്ട്. ഇൻവെർട്ടൈസ് ഈസ്റ്റിലാണ് സോഴ്സ്, സുക്രോസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്നു. സൈമേസ് അതും ഈസ്റ്റാണ് സോഴ്സ്, ഗ്ലൂക്കോസിനെ ഈഥൈൽ ആൽക്കഹോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റുന്നു. ഡയസ്റ്റേസ് മാൾട്ടിലാണെന്ന് സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. മാൾട്ടൈസ് ഈസ്റ്റിലാണ്, മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. യുറൈസ് എന്ന് പറഞ്ഞാൽ സോയാബീനിലാണ്, യൂറിയനെ അമോണിയ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റുന്നു. പെപ്സിൻ സ്റ്റൊമക്കിലാണ്, പ്രോട്ടീൻസിനെ അമിനോ ആസിഡ്സ് ആക്കി മാറ്റുന്നു. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ ഗൈസ്, ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വി ക്യാൻ സ്റ്റഡി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻസൈം കറ്റാലിസിസ്. Okay guys, study up to here. In the next class we will discuss characteristics of enzyme catalysis. Okay, bye.